ഹായ് ഫ്രണ്ട്സ്, ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പം തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു ചെറുപ്പത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മോക്കും മോനും പറഞ്ഞു കൊടുക്കണമെന്നേ. അതിലൊന്നായിരുന്നു മൈലാഞ്ചി ഇടുക എന്നുള്ളത്. ചെറുപ്പത്തിൽ ഞാനും ചേച്ചി അനീത്തിയും കൂടെ ഇടയ്ക്കിടയ്ക്ക് മൈലാഞ്ചി ഇടുമായിരുന്നു കേട്ടോ. പക്ഷേ മോക്ക് ഞാൻ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം സ്കൂളിലൊക്കെ പോകുമ്പം അവർക്ക് നെയിൽ പോളിഷോ ഇങ്ങനെയുള്ളതൊന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് ഇതുവരെ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇപ്രാവശ്യം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇനി 2 മാസത്തേക്ക് നഖത്തിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു മൈലാഞ്ചി ഇടാമെന്ന്. അപ്പം മോളോട് പറഞ്ഞു നമുക്കിങ്ങനെ മൈലാഞ്ചി ഇടാം, ഈ ഒരു ഇല അരച്ച് കയ്യെ വെച്ചാൽ കളർ വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ മോക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു കേട്ടോ. പണ്ട് അമ്മച്ചിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള മൈലാഞ്ചി അരയ്ക്കുക. നമ്മൾ പല ഡിസൈനിൽ മൈലാഞ്ചി ഇടുമ്പോൾ അമ്മച്ചിയുടെ കയ്യിൽ മൊത്തത്തിൽ കളറായി പോകും, കാരണം അരകല്ലയിൽ അരയ്ക്കുന്നത് കൊണ്ട്. ഇപ്രാവശ്യം മിക്സിയിലിൻ്റെ ജാറിലാണ് കേട്ടോ അരച്ചത്. മൈലാഞ്ചി ഇട്ട് കഴിയുമ്പോൾ നല്ല കളർ കിട്ടാൻ വേണ്ടി അത് അരച്ചപ്പം തേയില വെള്ളവും അതുപോലെ നാരങ്ങയുടെ നീരും ആഡ് ചെയ്തായിരുന്നേ. എനിക്ക് കോളേജിൽ പോകേണ്ടതുകൊണ്ട് കാലിൽ മാത്രം ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാനത് നെയിൽ പോളിഷ് റിമൂവർ എടുത്തപ്പോഴത്തെ മോൾ ഓടി വന്നേ, അമ്മ ഞാൻ മായ്ച്ചു തരാമെന്നും പറഞ്ഞ്. അങ്ങനെ ഇനി മൈലാഞ്ചി ഇടാനുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോക്ക് ഞാൻ ഇത് കൊണ്ടുപോയപ്പം അവൾക്ക് നാരങ്ങ നീരുള്ളതുകൊണ്ട് ചെറിയ നീറ്റിൽ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ഞാൻ മോക്ക് നഖത്തിൽ മാത്രമല്ല അതിൻ്റെ ചുറ്റുമുള്ള ആ സ്കിന്നുണ്ടല്ലോ അവിടെ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് ചേച്ചി മൈലാഞ്ചി ഇടാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി, ഇത് ചാണകം എൻ്റെ കയ്യിൽ ചേച്ചി ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഒച്ചപ്പാട് ഉണ്ടാക്കിയിട്ട് ഞാൻ പോയി കിടന്നു കേട്ടോ. പക്ഷേ രാത്രിയിൽ ചേച്ചി എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ ഡിസൈനൊക്കെ ഇട്ട് തന്നു. രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ കയ്യിൽ നല്ല കളറ്. ഇത്രയും വലിയൊരു സർപ്രൈസ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അതിനുശേഷം മൈലാഞ്ചി എപ്പം ചേച്ചി ഇടാൻ വിളിച്ചാലും ഞാൻ ഓടി ചെല്ലുമായിരുന്നേ. മോക്ക് ഞാൻ പിന്നെ കൈയുടെ ഉള്ളിലും ഡിസൈൻ ഇട്ട് കൊടുത്തു. മോക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ കാലിൽ ഇട്ട് കേട്ടോ. ഈ സമയത്തൊക്കെ ഞാൻ എൻ്റെ പഴയ കഥകളൊക്കെ ഇങ്ങനെ മോളോട് പറയായിരുന്നേ. അങ്ങനെ നൊസ്റ്റാൾജി അടിച്ചടിച്ച് പിന്നെ എനിക്ക് കയ്യിലിടാനൊരു ആഗ്രഹം തോന്നി. അപ്പം ഞാൻ പിന്നെ നഖത്തേൽ മാത്രം ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ കൈയുടെ ഉള്ളിലൊരു ചെറിയ ഡിസൈനും കൂടി ഇട്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ വർത്താനം പറഞ്ഞ് കുറേ നേരം ഇരുന്നു. ഇതൊന്ന് കുറച്ചൊന്ന് ഉണങ്ങി തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ പോയി കിടന്നു. ഇത് കണ്ടു, ഇതിപ്പോൾ രാവിലെ നേരം വെളുത്തപ്പോഴത്തേക്കുള്ള അവസ്ഥയാണ്. അപ്പം ഇങ്ങനെയായിരുന്നു രാവിലെ നേരം വെളുത്തപ്പം. പിന്നെ ഞങ്ങൾ പോയി കഴുകിക്കളഞ്ഞപ്പം ജുവാൻ്റെ മുഖത്തൊരു സന്തോഷം വന്നു കേട്ടോ. ഈ ഒരു കളറ് കണ്ടിട്ട് ഇവൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുറച്ചും കൂടെ കളർ വന്നു കേട്ടോ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ഉടനെ കാണാം. ബൈ.